സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആണ്. അങ്ങനെ ഇന്ന് എത്തിയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ടുഗദറിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു എന്താ പറയാ കടയൊന്ന് തുറന്നായിരുന്നു. അതേപോലെ അടയ്ക്കേണ്ടി വന്നു. നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ സാധനമൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും കട നമ്മൾ തുറക്കുന്നില്ല, പക്ഷേ നമ്മൾ കുറച്ച് പരിപാടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഈ കടയിൽ നിങ്ങൾ കണ്ട ഇത്രയും സാധനങ്ങളൊക്കെ ഇതൊക്കെ തീർന്നാണ്. ശരിക്കും പറയാം, ഇതിന്റെ കുറെയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ആൾക്കാര്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഫില്ലാക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി കൂട്ടാൻ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. സോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ ആണെന്ന് ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും വീഡിയോ ഷെയർ ചെയ്യുക. എന്താ നമ്മള് കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് കാണുക. ആൻഡ് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ മാസങ്ങളും ഓരോ ഗെയിമാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മാസം ഗെയിം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ എന്താ നമുക്ക് അതിനകത്തേക്ക് പോവാം. ആൻഡ് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കടയും തുറക്കുന്നില്ല, പകരം നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് വെച്ച് കറക്റ്റാക്കി ഇവിടെ എന്തുവാ റൈസ് ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് 18 ഉള്ളൂ, അല്ല 30. ഓക്കെ, 30. നമുക്ക് എന്തായാലും റൈസ് നമ്മൾ നിരത്തി വെച്ചേക്കാം. നമ്മൾ അടുത്ത ദിവസം, അതായത് 11-ാം ദിവസം, നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മുടെ പുതിയ എംപ്ലോയി വരുന്നതായിരിക്കും. വെള്ളം വെക്കണല്ലോ, വെള്ളത്തിന് എല്ലാം വെള്ളത്തിന് സ്പേസാണ്. ഇനി നമ്മൾ വെള്ളത്തിനൊന്നും പൈസയൊന്നും കുറയ്ക്കാണ്ടിരിക്കുന്നത് എല്ലാം കള്ളന്മാരായി. അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ട. പാസ്തയും പാലും പഞ്ചസാരയും ഹണിസലസും വേണം, പിന്നെ വെള്ളവും വേണം. ഓ, അൺപെയ്ഡ് ബാങ്ക് ലോൺ. അയ്യോ അമ്മേ, ഇതൊക്കെ പേ ചെയ്യണമല്ലോ. ഓക്കെ, നന്നായി. ഗൈസ്, നമ്മുടെ പൈസ ഇല്ല ഗൈസ്. അയ്യോ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നമ്മളെ പൈസ ഇല്ല, നമുക്ക് ആളും ഇല്ല, സാധനവും ഇല്ല. ഇവിടെ ലോണും എടുക്കാൻ പറ്റൂല. നമുക്ക് എന്താ വെക്കാൻ പറ്റുന്നപ്പം? ഗൈസ്, നമുക്ക് സാധനമൊക്കെ സെല്ല് ചെയ്യേണ്ടി വരും. അപ്പം ഇത് സെല്ല് ചെയ്യണം. ആവശ്യമില്ലാതെ നമ്മൾ സെല്ല് ചെയ്യണം ഗൈസ്. മോഡ് ലൈറ്റൊക്കെ നമ്മൾ വെച്ചായിരുന്നോ? ഇല്ല. ഇനി നമുക്ക് എന്തായാലും പേയ്മെന്റ് നമ്മുടെ ഡ്യൂ ഒക്കെ ഒന്ന് അടച്ചു തീർക്കട്ടെ ഗൈസ്. ഒരു ദിവസം കൂടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് എല്ലാം കൂടെ അടച്ചിട്ടുണ്ട്. ഇനി 9,000 രൂപ തിരിച്ചു തുടങ്ങണം. അതിനു മുമ്പ് നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണം. പാസ്ത ഒരു 2 പെട്ടി, വെള്ളം ഒരു 2 പെട്ടി, ഹണീസൽസ് 2 പെട്ടി, പിന്നെ അരി വേണ്ട, പാല് വേണം. ഡയറി പ്രൊഡക്ട്സിന് പാല് വേണം 2 പെട്ടി. മതിയാവില്ലേ? പിന്നെ ഇതൊക്കെ ഞാൻ നോക്കിയിട്ടില്ല. സോ ഇതൊന്നും ബൈ അടിക്കാം. പാസ്ത, നമ്മുടെ സാധനമൊക്കെ തീർന്നു കേട്ടോ. നമ്മുടെ പൈസയൊക്കെ തീർന്നു. അപ്പൊ ഇനി നമുക്ക് പൈസ ഒന്നും കുറച്ച് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാക്സിമം പൈസ കൂട്ടി തന്നെ നമ്മൾ വെക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ സാധനമൊക്കെ അത്യാവശ്യം നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഫില്ലുകളാണ് ഗൈസ്, നമുക്ക് നോക്കാം. ഞാൻ ഈ ചെക്കൗട്ട് മെഷീൻ ഒക്കെ എടുത്ത് കളഞ്ഞ കാരണം ലേശം പൈസ ആവശ്യമുണ്ട് നമുക്ക്. സോ വാ, പറ എന്തുവാ ഇതിനെത്രയാ? 4 രൂപയാണ് ഇതിന്. നമ്മൾ വെച്ച് 4 രൂപ. നമ്മളതിനെ 4 5 ആക്കുവാണ്. 5 അല്ല, 4.95 മതി. ഇനി സ്കിംഡ് ചീസിന് എത്ര വില? 2.50 നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 3.10 അതും. ഇനി ഇതെത്ര? 1.9 നമ്മൾക്ക് ഒരു 2.7 ഇടാൻ പോണേ. 2.7 ഇടാം. അല്ല, എന്നാ പിന്നെ 2.10 ഇട്ടേക്കാം. ഇതിന് 35 കൂട്ടിയിട്ടുള്ളൂ, 10 രൂപ കൂട്ടുള്ളൂ. നമ്മളൊരു 60, അല്ല 3 ഞാൻ മാറ്റുവാണത്. ഓവർ പ്രൈസ് അല്ല, നമ്മുടെ കണക്ക് പോലെ അല്ല അത്. ഇതിന് 3.1 2.35. നമ്മളൊരു 3.15 ഇടുവാണ് നമ്മൾ. നമുക്ക് സെയിൽസ് കൂടി പോകുന്നതെന്ന് വെച്ചാൽ ഇതിനാണ്, സ്കിംഡിനും എലമെന്റിനുമാണ്, എലമെന്റൽ ചീസിനാണ് സെയിൽസ് കൂടുതൽ പോണത്. ഓക്കെ, ഇനി നമുക്ക് പഞ്ചസാരയുടെ വില ഞാൻ കൂടുതൽ. പഞ്ചസാര 2 രൂപ ഇടാൻ പറ്റുമോ? അല്ല 2.15 ഇടാം. അല്ല 30 ഇടാം. അല്ല 40 ഇട്ടേക്കാം.
ഉപ്പിന് എത്രയാ? ഉപ്പിന് 1 രൂപ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ സാധനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവന്മാരൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇവനെ നമുക്കേ ഇതെങ്ങനെ നമ്മൾ നെയ്യല്ലായിരുന്ന ഇവനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവനെ ഞാൻ ഇവിടെ വെക്കാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇച്ചിരി കൂടെ വർദ്ധിപ്പിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് ഇനി നമുക്ക് നോക്കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി പറ്റുമോ നോക്കട്ടെ. ഡെക്കർ, ആർക്കിടെക്ചർ, ലൈറ്റ്, ഡിവൈസസ്, TV ആൻഡ് ബാ ഇതൊരെണ്ണം വേണ്ട. 900 രൂപ. സ്കാനറൊക്കെ നമ്മളുണ്ട്. റൂമ് അതൊക്കെ വേണ്ട. റേ, ടൂൾ ബോക്സ്, നമുക്ക് ആ സെക്യൂരിറ്റി 5000 രൂപ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സെക്യൂരിറ്റി ക്യാമറ വെച്ചാലോ? സെക്യൂരിറ്റി ക്യാമറ കേസ് തിരിച്ച് സെക്യൂരിറ്റി ക്യാമറ വെച്ചേക്കാം. ഓക്കെ, ഇതാകുമ്പം നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്കേ എന്നാ പിന്നെ ഒരു പണിയാം. നമുക്ക് എത്ര അതിന്റെ ടെസ്റ്റ് 900 രൂപ. 900 രൂപയാണ്. നോക്കണ എത്ര ഇല്ല. ഇനി ഇത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അല്ല ഇവിടെ ഒരെണ്ണം വച്ചിട്ട് ഇപ്പുറത്തേക്ക് നമ്മുടെ ഇനി ഇല്ല. ഇനി നമുക്ക് നോക്കണ്ടെന്ന് വെച്ചാൽ 200 രൂപ ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനാ? എന്തൊരിത് വാൾ സ്പീക്കർ, എയർ കണ്ടീഷണർ, പാഴ്സല്, സ്റ്റാറ്റിസ്റ്റിക് ഡിസ്ക്. സോ നമ്മൾ അത്യാവശ്യ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പം നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ, കുഴപ്പമില്ല. ഇതിന് മാത്രമല്ല നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഈ സാധനം നമുക്ക് 2 കൂടെ മേടിച്ച് ഇവിടെയും 3 കൂടെ മേടിച്ച് എവിടെയും കൂടെ വെക്കണം. ഇതിൽ ഞാൻ ദിവസം കൂടെ ഒക്കെ സേവ് ചെയ്തിട്ട് നിർത്താം. എനിക്കൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നില്ലേ? ഓപ്പൺ ചെയ്ത കാർഡ് ക്ലോസ് ചെയ്യാൻ പ്ലീസ്. ഓക്കെ, സോ നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ ചെറിയ വീഡിയോസ് ചെയ്യും. ഞാൻ കുറെ പണികളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഇതിന്റെ വീഡിയോസ് ഞാൻ മേഡ് ചെയ്തത്. കുറച്ച് എളുപ്പവും കുറച്ച് പരിപാടി ചെയ്യാനുള്ളതും ഈ ഗെയിമിനകത്താണ്. നമ്മൾ വലുതായിട്ട് കുറെ കാലത്തിന് ഗ്യാപ്പ് ഈ ഗെയിമിന് വന്നായിരുന്നു. അത് കാരണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക, അതുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. That means I need to be the gamer. Sign on, peace. I will see you on the next video. Bye.